നമസ്കാരം. ഈ കോടാലി ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഈ ഒരു സീലിംഗ് തകർന്നു വീണൊരു വിഷയം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? എന്താണ്? ഞാൻ ഇന്ന് രാവിലെ ആണ് ഈ കോടാലി GLP സ്കൂൾ കെട്ടിടത്തിൻ്റെ സീലിംഗ് തകർന്നു വീണ വാർത്ത അറിയുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ദേശീയ അധ്യാപക പരിഷത്ത്, ഞാൻ ഉൾപ്പെടുന്ന സംഘടനയാണ്, ഞാൻ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ സമിതി അംഗമാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റി ഉടൻ തന്നെ എന്നോട് ഈ സ്കൂൾ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ അധ്യാപക പരിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. ഈ സ്കൂൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ സ്കൂളിൽ ഉള്ളിലെ അസംബ്ലി, ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അസംബ്ലി നടന്നിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ HM-ആയിട്ട് സംസാരിച്ചപ്പോൾ ചില ചിത്രരചനാ മത്സരം പോലെയുള്ള പല പരിപാടികളും, അങ്ങനെയുള്ള പരിപാടികൾ നടന്നിരുന്ന സ്ഥലമാണ്. കൂടാതെ ഇവിടെ കുട്ടികളുടെ ക്ലാസ് അങ്ങനെ നടന്നിട്ടില്ല, പക്ഷേ മറ്റ് കാര്യങ്ങൾ, ചില പൊതുവായ കാര്യങ്ങളൊക്കെ ഇവിടെ അതിൽ നടക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള വാർത്തകൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിലെ കാർത്തിക പള്ളി സ്കൂൾ ഈ അടുത്ത കാലത്തിലാണ് അതിലെ കെട്ടിടം തകർന്നു വീണത്. ആ കെട്ടിടം തകർന്നു വീണപ്പോൾ നമ്മൾ കേട്ടത് ഫിറ്റ്നസ് ഇല്ലാതെയാണ് കാർത്തിക പള്ളി സ്കൂളിൽ ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് പല സ്കൂളുകളിലും ഫിറ്റ്നസ് ഇല്ലാത്ത ചില കെട്ടിടങ്ങൾ, അവിടെ ക്ലാസ് നടക്കുന്നുണ്ടാവില്ല, പക്ഷേ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ ആ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ തൊട്ടുന്ന കുട്ടികൾക്ക് വളരെ ഭീഷണിയാണ്. ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളാണ് അതെ നമ്മൾ പറയുന്നത്, നമ്മൾ ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളാണല്ലോ കേരളത്തിലുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ലോകോത്തര നിലവാരമുള്ള ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആ തൊട്ടടുത്ത്, ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയധികം വിരോധാഭാസമാണ്. അപ്പോൾ ആ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലേക്ക് കുട്ടികൾ പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? കാരണം കുട്ടികളാണ്, അവർക്ക് അത്രേ അറിവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ഒരു ഇലക്ട്രിക് ലൈന് അതുവഴി കടന്നു പോകുന്നതായി, സ്കൂളിനടുത്തൂടെയാണ്, ബിൽഡിങ്ങിനടുത്തൂടെയാണ് കടന്നുപോയത്. അപ്പോൾ കുട്ടികളുടേതായിട്ടുള്ള ആ ബോധം വെച്ചുകൊണ്ടാണ് കുട്ടികൾ പ്രവർത്തിക്കുക. അപ്പോൾ ആ ഇലക്ട്രിക് ലൈൻ കാലങ്ങളോളം അവിടെ ഇങ്ങനെ പോയിരുന്നു. പക്ഷേ ആ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോഴാണ് ആ ഇലക്ട്രിക് ലൈൻ മാറ്റേണ്ടതിനെക്കുറിച്ച് പോലും നമ്മുടെ അധികാരികളൊക്കെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതുപോലെ എത്ര അനുഭവം ഉണ്ടായാലും പാഠം പഠിക്കുക. ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ സ്കൂൾ കെട്ടിടം ഇങ്ങനെ വന്നു കഴിഞ്ഞു, ധാരാളം ആൾക്കാർ, ജനപ്രതിനിധികളും മറ്റുള്ളവരും ബന്ധപ്പെട്ട അധികാരികളെല്ലാം വന്ന് സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഭാഗ്യവശാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടത്. അതും LP സ്കൂൾ കുട്ടികളാണ്, തീരെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ ഓടിക്കളിക്കുന്നതും അതുപോലെ തന്നെ ആ കുട്ടികൾ പൊതുവായ ചില മത്സരങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് നടക്കാറുണ്ട്. അപ്പോൾ ആ കെട്ടിടമാണ് തകർന്നു വീണത് എന്നറിയുമ്പോഴാണ് അതിൻ്റെ ഞെട്ടൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പറയാനുള്ളത്, ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ. ഇപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാലയങ്ങളുടെ എല്ലാം മുറ്റത്തൂടെ നിരവധി നായ്ക്കൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പട്ടികൾ. അത് നമ്മൾ പരാതി കൊടുത്തിട്ടും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഞ്ചായത്തുകളിലായാലും ശരി, വിദ്യാഭ്യാസ വകുപ്പിലായാലും ശരി, അവിടെയൊക്കെ നമ്മൾ പരാതികൾ കൊടുക്കാറുണ്ട്, HMസിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാറുണ്ട്, PTA കൊടുക്കാറുണ്ട്. ഇങ്ങനെ പക്ഷേ ആർക്കും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ പരിഹരിക്കാം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അധികാരിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. പക്ഷേ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ വീടുകളിൽ ചെന്നിട്ട് അന്തിമോപചാരം അർപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് നടപടി വേണ്ടത് മുൻകരുതലുകൾ ആണ് വേണ്ടത്. ആ മുൻകരുതലുകൾ എടുക്കുന്ന അലംഭാവം ഉണ്ടാകുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിത്തീരുന്നത്. അത് പ്രത്യേകിച്ചൊരു വിഭാഗത്തെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിലെ PTA മുതൽ സംസ്ഥാന തലത്തിൽ മന്ത്രിമാർ വരെയുള്ള ഒരു വലിയൊരു ശ്രേണിയുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. ആ ശ്രേണിയിൽപ്പെട്ട എല്ലാവരും ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യക്ഷമതയോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒരേപോലെ ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത് മാത്രമാണ് ദേശീയ അധ്യാപക പരിഷത്തിന് പറയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ശിവൻകുട്ടി അടക്കമുള്ള നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ പറയുന്ന ചില വിഷയങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെ പോലും പരിഹസിക്കുന്ന തരത്തിലേക്ക്, വളരെ എന്താ പറയുക, ഈ കേരളം ഇന്നേ വരെ കാണാത്ത തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ടാണ് ഇവർ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളുള്ള സ്ഥലത്ത് നമ്പർ 1 കേരളമാണെന്ന് പറയുന്ന ഇതേ ഒരു സാഹചര്യത്തിലും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ പല സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് വയനാട്ടിലൊരു സ്കൂളിനകത്ത് പാമ്പ് കടിയേറ്റ ഒരു അവസ്ഥ ഒരു കുട്ടിക്കുണ്ടായത്.
അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിരന്തരമായിട്ട് തുടരുന്നൊരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച്, ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സർക്കാർ സ്കൂളുകളിലടക്കം ഇതുപോലെ കുട്ടികളെ ചേർത്തുന്നതിനായിട്ട് വലിയൊരു നെഗറ്റീവ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവില്ലേ? തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു കുറേ നല്ല നവീനങ്ങളായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ കാണിച്ചതുകൊണ്ട് മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ വരുമെന്നുള്ള ധാരണ ആണ് നിർഭാഗ്യവശാൽ നമ്മുടെ അധികാരികൾ വെച്ച് പുലർത്തുന്നത്. പക്ഷേ കുട്ടികളുടെ സുരക്ഷ എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ഭംഗി മാത്രമല്ല, ആ വിദ്യാലയത്തിലെ സുരക്ഷ എന്ന് പറയുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള സുരക്ഷകൾ, അതുപോലെ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുരക്ഷ, ഇതെല്ലാം തന്നെ ആ വിദ്യാലയത്തിൽ ലഭിക്കുന്നുണ്ടാവണം. അത് വെച്ചിട്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് അറിയാം, നമ്മുടെ തൊട്ടടുത്ത് മുരിയാട് പഞ്ചായത്തിൽ ഒരു കിച്ചൺ കം സ്റ്റോർ അവിടുത്തെ GUPS സ്കൂളിൽ നിർമ്മിക്കുകയുണ്ടായി. അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മന്ത്രി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ MLA കൂടിയാണ്. പക്ഷേ ആ ബിൽഡിംഗ് ഇപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല അതിനുള്ളിൽ കൂടി പാമ്പും പഴുതാരയൊക്കെ നടക്കുന്ന ചിത്രങ്ങൾ വരെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ സമൂഹം കാണുന്നുണ്ട്, രക്ഷിതാക്കൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കൾ ഭയക്കുന്ന ഒരു അന്തരീക്ഷം നിർഭാഗ്യവശാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിൽ അങ്ങോളം ഇത്തരം വാർത്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണല്ലോ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലൊക്കെ നമ്മുടെ കേരളത്തിലൊരു മന്ത്രി, ഒരു ലേഡി മന്ത്രി സംസാരിച്ചൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി അതിൽ പിടച്ച് കയറിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ, അപകടം പറ്റിയത് അതുകൊണ്ടല്ലേ എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രസ്താവനകളൊക്കെ നടത്തുന്നൊരു കാഴ്ച കണ്ടു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പോലും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവരുടെ ഭാഗത്തുനിന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു തന്നെ. അതായത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്. അവർ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ മുതിർന്നവർ ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കില്ല അവരുടെ ചിന്താഗതി. അവർ ഈ കുട്ടികൾക്കറിയില്ല ഇത് ഫിറ്റ്നസ് ഉള്ള കെട്ടിടമാണോ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണോ, അങ്ങനെയുള്ള ഒരു വേർതിരിച്ചുള്ള അറിവൊന്നും കുട്ടികളെ സംബന്ധിച്ചില്ല. അവർ ആ സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ അവരുടേതാണ്. അവർ ആ സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെയും ഓടിക്കളിക്കും. ഏത് ബിൽഡിങ്ങിനുള്ളിലും അവർ കളിക്കാനും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് ഒത്തുചേരും. ചിലപ്പോൾ ചില ബിൽഡിങ്ങുകളിൽ അവർക്ക് സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾ പോലും അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഫിറ്റ്നസ് ഉള്ള കെട്ടിടമാണോ അല്ലയോ എന്ന് കുട്ടിക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കുട്ടിക്ക് പകരം അന്വേഷിക്കേണ്ടത് അവിടുത്തെ സ്ഥാപന ഉടമകളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട PTA ഒക്കെയാണ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഉള്ള വിദ്യാഭ്യാസ ഓഫീസർമാരും എല്ലാ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ്. അതൊന്നും നടക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ഈ രീതിയിൽ കാണുന്നത് വളരെ നിർഭാഗ്യകരമാണ്. കുട്ടികൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ്, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്ര അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ വളരെ അധികം വേദന തോന്നുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ആരായാലും അത് പറയാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ കുറേ വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാത്തതിൽ ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്ത ഉടൻ തന്നെ ആരെങ്കിലും ഒരാളെ പിടിച്ച് അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതേ രീതിയിലാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ നടപടികൾ എടുക്കുന്നത് ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആൾക്കാണ് എതിരെയാണ് നടപടി. ഇപ്പം റോഡിൽ ആക്സിഡൻറ്റ് നടന്നാൽ PWD എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് അതിന് ശരിയായ ഉത്തരവാദികളായിട്ടുള്ളവരെയല്ലേ ശിക്ഷിക്കേണ്ടത്. അതിനുപകരം അത് പെട്ടെന്ന് തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിനോട് ഒരിക്കലും ദേശീയ അധ്യാപകത്തിന് യോജിക്കാൻ സാധിക്കും.